I am Ennemcien. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ബോഡി റോൾ ഡൗൺ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ നടത്തുന്നത് ചർച്ച ചെയ്തു. ഇനി അതിൻ്റെ അവിടെ വെലോസിറ്റിയും ആക്സിലറേഷനും ഓരോ ഫോർമുലയും കണ്ടുപിടിച്ചു. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ ചെയ്യാനായിട്ടൊരു മെത്തേഡ് നമുക്കറിയാം. ഈ റേഡിയസ് ഉള്ള എല്ലാ സിമ്പിൾ റെഗുലർ ബോഡികൾക്ക്, അതായത് റിങ്, സർക്കുലർ ഡിസ്ക്, സ്ഫിയർ, സിലിണ്ടർ, ഇതിൻ്റെ എല്ലാ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുലയിൽ mr² വരും. മാസും റേഡിയസും വരും. അതിൻ്റെ കൂടെ ഒരു നമ്പർ വരും. അത് ആ ഷേപ്പിനനുസരിച്ച്. വസ്തു റിങ്ങിൻ്റെ നമ്പറല്ല, ഡിസ്കിന് അതല്ല, സ്ഫിയറിന് mr² അല്ല, എല്ലാത്തിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഫോർമുലയിൽ വരും. അതുകൊണ്ട് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി സച്ച് ആസ് റിങ്, ഡിസ്ക്, സിലിണ്ടർ, സോളിഡ് സ്ഫിയർ, ഇതിൻ്റെ എല്ലാം സ്ഫിയർ ഏതായാലും mr² വരും. അതിൻ്റെ കൂടെ ഒരു നമ്പർ വരും. അതുകൊണ്ട് ജനറലായിട്ട് I = n × mr² എന്നെടുക്കാം. ഈ n എന്ന് പറയുന്നത് റിങ് ആകുമ്പോൾ 1, ഡിസ്ക് ആണെങ്കിൽ 1/2, സിലിണ്ടർ ആണെങ്കിലും 1/2, സോളിഡ് സ്ഫിയർ ആണെങ്കിൽ 2/5 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ഗൈറേഷൻ k ആണെങ്കിൽ I = mk². ഈ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ k² = nr² എന്ന് വരും. k² ഈസ് nr². ഇനി നമുക്ക് ആക്സിലറേഷനുള്ള ഫോർമുല കിട്ടി. A = g sin θ/1 + k²/r². ഇവിടെ ഇപ്പോൾ k² സ്ഥാനത്ത് nr² എന്നിടാം. അപ്പോൾ ഫോർമുല എങ്ങനെ വരും? g sin θ/1 + nr²/r² എന്ന് പറഞ്ഞാൽ 1 + n വരും. ഇതിൽ ഈ 1/, അതായത് g sin θയുടെ കൂടെ 1/n+1 ഉണ്ടല്ലേ, 1 + n ഉണ്ട്. 1/1 + n അതറിഞ്ഞിരുന്നാൽ മതി നമുക്ക് ഈ സിമ്പിൾ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാം. ഈ എൻട്രൻസ് എക്സാമിൽ അത് അല്ലെ ഒരു മാർക്കിനുള്ളത്. ഏത് സ്ഫിയർ റോൾ ചെയ്യുമ്പോൾ ഏത് ബോഡി ആദ്യം വരുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അറിവിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് റിങ്ങാണ് n1. അപ്പോൾ റിങ്ങിൻ്റെ എത്ര വരും? 1/1 + n എന്ന് പറഞ്ഞാൽ 1/1 + 1 റിങ് ആകുമ്പോൾ n1. അപ്പോൾ 1/2 അല്ലെ 0.5. ചുരുക്കത്തിൽ A = 0.5 × g sin θ എന്ന് വരും. ഡിസ്ക് ആണെങ്കിൽ n 1/2. അപ്പോൾ 1/1 + 1/2 എന്ന് പറഞ്ഞാൽ 1/3/2 or 2/3. 2/3 ഈസ് 0.67. അപ്പോൾ ഡിസ്കിൻ്റെ എന്ന് പറഞ്ഞാൽ 0.67 × g sin θ. സിലിണ്ടറിൻ്റെയും n 1/2 ഇതേ വാല്യൂ വരും. സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ n 2/5. അപ്പോൾ 1/1 + n എന്ന് പറഞ്ഞാൽ 1/1 + 2/5. Or that is 7/5. 5/7. 1 + 1/1 + 2/5. അപ്പോൾ മൊത്തം 5/7 എന്ന് വരും. ഓർ ദറ്റ് ഈസ് 0.7. അപ്പോൾ സ്ഫിയറിൻ്റെ A = 0.7 g sin θ. അപ്പോൾ ഇതിലേതൊരു ആക്സിലറേഷൻ കൂടുതലെന്ന് ചോദിച്ചാൽ g sin θ നോക്കുക വേണ്ട, ഈ നമ്പർ നോക്കിയാൽ മതി. റിങ്ങിൻ്റെ ആണ് 0.5, ഡിസ്കിൻ്റെ ആണ് 0.67, സിലിണ്ടറിൻ്റെയും 0.67, സോളിഡ് സ്ഫിയറിൻ്റെ 0.7. അപ്പോൾ സോളിഡ് സ്ഫിയറിനാണ് ഏറ്റവും കൂടുതൽ ആക്സിലറേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ സിലിണ്ടറിനും ഡിസ്കിനും ഏറ്റവും കുറവ് റിങ്ങിനാണ്. അപ്പോൾ ഏതാദ്യം ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ചോട്ടി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഫിയറേ വരത്തുള്ളൂ. എൻ്റെ A അല്ലേ കൂടുതൽ. അപ്പോൾ ഈ നമ്പർ നോക്കിയിട്ട് അത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാം. ഒരു പ്രോബ്ലം. Two spherical masses m1 and m2 are connected by a light rod of length L
I1 is the moment of inertia of the system about an axis passing through the center of M1 and perpendicular to the rod. I2 is the moment of inertia about a parallel axis passing through the center of M2. Find the ratio I1 by I2. Neglect radius of both spheres. അപ്പോൾ ഇതാ ഫിഗർ M1 M2 M1 M2 അതിൽ ഇത് തമ്മിലുള്ള അകലം 6. ഈ റേഡിയസ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞ അതിൻ്റെ അർത്ഥം ഇത് രണ്ടും പോയിൻ്റ് മാസസ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് M1 സെൻട്രിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസിനെ ബേസ് ചെയ്ത് ഈ സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് റേഡിയസ് ഇല്ലാത്തത് കൊണ്ട് പോയിൻ്റ് മാസം സങ്കല്പിക്കുന്നത് കൊണ്ടും ഈ ആക്സിസിനെ ബേസ് ചെയ്ത് M1 മൊമെൻ്റ് ഓഫ് ഇനർഷ്യ 0 എന്നങ്ങ് എടുക്കാം. കാരണം ആക്സിസ് തന്നെയാണ് ഈ സ്ഫിയർ, ഈ പോയിൻ്റ് മാസം. അപ്പോൾ M r² ഇവിടെ 6 0 ആയി. ഇതിൽ നിന്ന് ഈ ആക്സിസിലേക്കുള്ള ദൂരം 6 0 ആയി പോയിട്ട് ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദിസ് ആക്സിസ് ഈസ് M2r². അപ്പോൾ I1 ഈസ് M2r². ഇതുപോലെ ഈ ആക്സിസ് ഇങ്ങോട്ട് മാറ്റിയാൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I2 ആണെന്ന് പറയുന്നുണ്ട്. ആ I2 എന്ന് പറയുമ്പോൾ M2 മൊമെൻ്റ് ഓഫ് ഇനർഷ്യ 0 പക്ഷേ M1 മൊമെൻ്റ് ഓഫ് ഇനർഷ്യ M1r² എന്നുണ്ട്. സോ I2 ഈസ് M1r². Therefore I1 by I2 is M2 by M1. That is the answer. Another one. A circular disc of radius r, capital R, and mass capital M is free to rotate about a frictionless axle. Mass of the wheel is concentrated at its റിം. വീലിൻ്റെ മൊത്തം മാസ് റിമ്മിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സർക്കുലർ ഡിസ്കിന് ഒരു റിങ് ആണെന്ന് സങ്കല്പിച്ചാൽ മതി. റിങ്ങിന് ഇടയ്ക്കൊന്നും മാസില്ലല്ലോ, സർക്കംഫറൻസിലെ മാസുള്ളൂ. അതുപോലെ ഇതും കരുതാമെന്ന് അതിനർത്ഥം. ഇപ്പോൾ ഫോർമുല എഴുതുമ്പോൾ അതനുസരിച്ച് റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഉപയോഗിക്കാവും. എ ലൈറ്റ് കോർഡ് ഈസ് വൗണ്ട് ഓവർ ദി റിം ഇൻ n turns, capital N turns, and the free end of it carries a load whose mass equals that of the disc. The load is allowed to fall, unwinding the cord. What is the velocity of the load at the moment the string gets detached from the disc? ഇതാ ഡിസ്ക്. ഇതിൽ ഒരു ത്രെഡ് n ടൈംസ് ചുറ്റിയിട്ട് അതിൻ്റെ ഫ്രീ എൻഡിൽ ഒരു ലോഡ് കൊടുത്തിരിക്കുക. ഇതിൻ്റെ മാസും സെയിമാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ n ടേൺസ്, ഒരു ടേൺ എന്ന് പറയുമ്പോൾ ആ ത്രെഡിൻ്റെ നീളം 2πr. അപ്പോൾ n ടേൺസ് എന്ന് പറയുമ്പോൾ ത്രെഡിൻ്റെ മൊത്തം ലെങ്ത് n × 2πr. അപ്പോൾ ഈ ലോഡ് താഴോട്ട് വന്ന വൈൻഡിങ് മുഴുവൻ അഴിഞ്ഞു കഴിയുമ്പോൾ എത്ര ദൂരം ഇത് താഴോട്ട് വന്നിട്ടുണ്ട്? h ഈക്വൽസ് n × 2πr. അപ്പോൾ ഇത് മുകളിലിരുന്നപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ എനർജി, ആ ഹൈറ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഈ ലോഡിനുണ്ടായിരുന്നു. mgh. ആ h എന്ന് പറഞ്ഞാൽ n × 2πr. അത് ലോഡ് അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ ലോഡിൻ്റെ കൈനറ്റിക് എനർജിയും, അത് ട്രാൻസ്ലേഷനാണ്, ഒരു ലൈനിൽ കൂടെ വരുന്നത്. വീല് കറങ്ങിക്കൊണ്ടിരിക്കുക ഡിസ്ക്, അതിൻ്റെ റൊട്ടേഷൻ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തോ എഴുതാം? mgh ഈക്വൽസ് ½ mv² ½ I⍵². ഇത് ലോഡിൻ്റെ കൈനറ്റിക് എനർജി, ഇത് ഡിസ്കിൻ്റെ കൈനറ്റിക് എനർജി. ഈ രണ്ടും കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2mgh ഈക്വൽസ് mv² I × ω എന്ന് പറഞ്ഞാൽ v/r. v ഈക്വൽസ് r⍵. അപ്പോൾ v/r, അപ്പോൾ v²/r². ഇനി ഇതിൻ്റെ മാസ് ക്യാപിറ്റൽ എം തന്നിട്ടുണ്ട്. ലോഡിൻ്റെയും ഡിസ്കിൻ്റെയും മാസ് ക്യാപിറ്റൽ എം. അപ്പോൾ 2
mg into h is n into 2 pi r equals mv square plus mr square എടുക്കണം ഐ. സർക്കുലർ ഡിസ്ക് ഇവിടെ റിങ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതിൽ മാസ് റിമ്മിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു പറയുമ്പോൾ സർക്കുലർ ഡിസ്ക് ഒരു റിങ്ങാണ്. റിങ്ങിൻ്റെ മോൻ്റെ ഫിനിഷ് എം ആർ സ്ക്വയർ ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഈ ആർ സ്ക്വയറും വെട്ടി പോയിട്ട് നമുക്ക് കിട്ടുന്ന എന്താ എം ത്രൂ ഔട്ട് ക്യാൻസൽ ചെയ്യും. അപ്പോൾ 2 ഇൻറ്റു 2 4 pi ഇൻറ്റു ആർ എൻ ജി ഈക്വൽസ് വി സ്ക്വയർ എന്ന് വരും അല്ലേ. 2v സ്ക്വയർ എന്ന് വരും. വി സ്ക്വയർ പ്ലസ് വി സ്ക്വയർ 2v സ്ക്വയർ ഫ്രം വിച്ച് v equals square root of 2 pi nrg. That is the answer. Another one. A ring-shaped pulley of radius capital R and mass capital M is mounted on a frictionless axle. A light cord is wrapped around the rim of the pulley and a mass small m is attached to the free end. What is the tangential acceleration of a point on the rim? Consider small m to be extremely small compared to capital M. അവിടെ ഇതിനെ കറക്കുന്ന ബലം എന്ന് പറഞ്ഞാൽ എഫ് ഈക്വൽസ് ഇതിൻ്റെ വെയിറ്റാണ് എം ജി. എങ്കിൽ ഇതുകൊണ്ടുള്ള ടോർക്ക് ടോ ഈക്വൽസ് എഫ് ഇൻറ്റു ആർ. ഞാൻ കഴിഞ്ഞ പോസ്റ്റിങ്ങിൽ പറഞ്ഞത് ഉപയോഗിച്ചാൽ ദറ്റ് ഈസ് എം ജി ഇൻറ്റു ആർ. ഐ ഈക്വൽസ് എം ആർ സ്ക്വയർ. റിംഗ് ഷേപ്ഡ് വീലാന്ന് പുള്ളിയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഐ ഈക്വൽസ് എം ആർ സ്ക്വയർ. ടോ കിട്ടി, ഐ കിട്ടി. എങ്കിൽ ആംഗുലർ ആക്സിലറേഷൻ കാണാം. ആൽഫ ഈക്വൽസ് ടോ ഈക്വൽസ് ഐ ആൽഫ. സോ ആൽഫ ഈസ് ടോ ബൈ ഐ. ഇറ്റ് ഈസ് എം ജി ആർ ബൈ എം ആർ സ്ക്വയർ. ദറ്റ് ഈസ് എം ജി ബൈ എം ആർ എന്ന് വരും. എങ്കിൽ ആക്സിലറേഷൻ എ ഈക്വൽസ് ലീനിയർ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എ ഈക്വൽസ് ആർ ആൽഫ. ദറ്റ് ഈസ് ആർ ഇൻറ്റു എം ജി ബൈ എം ആർ. ഓർ ദറ്റ് ഈസ് എം ജി ബൈ ക്യാപിറ്റൽ എം. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മാസം. ഇത് ഇങ്ങനെ എടുക്കുന്നത് ഈ ഒരു സ്പെഷ്യൽ കേസിൽ മാത്രം. ഈ ലോഡ് വീലിൻ്റെ ഡിസ്കിൻ്റെ പുള്ളിയുടെ മാസിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്, ഇങ്ങനെ എടുക്കാം. പക്ഷെ ജനറലായിട്ട് എടുക്കുമ്പോൾ അങ്ങനെ എടുത്താൽ പറ്റില്ല. ശ്രദ്ധിക്കുക, ഇത് ജനറൽ പിക്ചറാണ് പറയുന്നത്. വെയിറ്റ് എം ജി, ഈ ത്രെഡിലെ ടെൻഷൻ ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ലോഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള റിസൾട്ടൻ്റ് ഫോഴ്സ് അത്ര ഇതാവട്ടല്ലേ വരുന്നത്. അപ്പോൾ എം ജി ഈസ് ഗ്രേറ്റർ ദാൻ ടി. സോ ദാറ്റ് എം ജി റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് എം ജി മൈനസ് ടി. ദിസ് ഈസ് ഈക്വൽ ടു എം എ. മാസിൻ്റെ ന്യൂട്ടൺ ഉണ്ടല്ലോ, റിസൾട്ടൻ്റ് ഫോഴ്സ് എഫ് ഈക്വൽസ് എം എ. ദെൻ ടോ ഈക്വൽസ് ഇത് ചെല്ലുന്ന ടോ എന്ന് പറഞ്ഞാൽ ഈ ടെൻഷൻ്റെ ടോർക്കാണ്. അപ്പം ടോ ഈക്വൽസ് ടി ഇൻറ്റു ക്യാപിറ്റൽ ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ഓർ ടി ആർ ഈക്വൽസ് ഐ ഈസ് എം ആർ സ്ക്വയർ ഇൻറ്റു ആൽഫ എന്ന് പറഞ്ഞാൽ എ ബൈ ആർ. എ ഈക്വൽസ് ആർ ആൽഫ. സോ ആൽഫ ഈസ് എ ബൈ ആർ. ചുരുക്കത്തിൽ ഇവിടുന്ന് ടി ഈക്വൽസ് ക്യാപിറ്റൽ എം എ എന്ന് വരും. ഇതെടുത്ത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എം ജി മൈനസ് എം എ ഈക്വൽ സ്മോൾ എം എ. ഓർ ഇത് റീഅറേഞ്ച് ചെയ്യുക. എം ജി ഈക്വൽസ് എം പ്ലസ് എം ഇൻറ്റു എ.
or A equals mg by m plus m. ഓക്കെ, ഈ സ്മോൾ എം ക്യാപിറ്റൽ എമ്മിനേക്കാൾ വളരെ കുറവാണെങ്കിൽ ക്യാപിറ്റൽ സ്മോൾ എം എങ്ങനെ കളക്ട് ചെയ്യാം? പോയിട്ട് എ ബിക്കംസ് എം ജി ബൈ എം ക്യാപിറ്റൽ എം. അതാണ് നമ്മൾ ആദ്യം ചെയ്ത കേസ്. ഇതാണ് ശരിയായ പിക്ചർ. മറ്റേ ഒരു അപ്രോക്സിമേഷനാണ്. അല്ല എൻട്രൻസിനൊക്കെ ബോർഡ് എക്സാമിനേഷനൊക്കെ കണ്ടീഷൻ പറഞ്ഞ് ചോദിച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. താങ്ക് യു.